ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്നൊരു ഫ്രൂട്ട്സ് പഞ്ചാണ് ചെയ്യാൻ പോകുന്നത്. ഫ്രൂട്ട്സൊക്കെ വെച്ചിട്ട് നമ്മൾ ഈ ഷമ്മാമുണ്ടല്ലോ, ഇതിങ്ങനെ വെട്ടിയിട്ട് ഇതിൻ്റെ ഉൾഭാഗം തുറന്നെടുത്തിട്ട് നമ്മളിതൊക്കെ നിറച്ചിട്ട് നമ്മൾ ഫ്രൂട്ട് സലാഡിലൊക്കെ മിൽക്ക് മെയ്ഡ് അതുപോലെ എന്താ പറയുക ഐസ്ക്രീമൊക്കെ അല്ലേ ചേർക്കാറ്. ഇത് നമ്മളൊരു വ്യത്യസ്തമായ ഐറ്റമാണ്, ഒരു അടിപൊളി പഞ്ച്. അപ്പോൾ നമ്മൾ അതാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം ഈ ഷമ്മാമ് വെട്ടിയിട്ട് അതിനുള്ളിലൊക്കെ തുറന്നെടുത്തിട്ട് ബാക്കി നമ്മളത് വെട്ടി എല്ലാം ശരിയാക്കിയിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ നമ്മളെല്ലാ സൗകര്യം വെച്ച് നമ്മളെ ടെറസിലൊരു നമ്മൾ ഇരിക്കുന്നൊക്കെ ഒരു ഭാഗമുണ്ട്, ആ ഭാഗത്ത് വെച്ചാണ് ഈ പരിപാടി. അപ്പോൾ നമുക്ക് തുടങ്ങാം. നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് ഇനി ഇതിൻ്റെ ഉൾഭാഗം നമുക്ക് തുറന്നെടുക്കണം. നല്ല ഭംഗിയായിട്ട് തുറന്നെടുക്കണം. വലിയ കുഴപ്പമില്ലാതെ കിട്ടുന്നൊക്കെ കരുതുന്നുണ്ട്, എന്താകും എന്തോ അറിയില്ല. നമുക്ക് ആവശ്യമുള്ള ഭാഗമാണത് കേട്ടോ, കളയാനുള്ളതല്ല. അപ്പോൾ നമ്മൾ അത് തുറന്നെടുത്തിട്ടുണ്ട്, അതിന് ഉൾഭാഗം മുഴുവൻ അല്ലേ. ഇതിലേക്ക് നമ്മൾ നമ്മുടെ ഈ കാണുന്ന ഇൻഗ്രീഡിയൻസ് ഫ്രൂട്ട്സുകളുണ്ടല്ലോ, ഇതെല്ലാം വെട്ടിയിട്ട് നമ്മൾ ഇതിലൊക്കെ ചെയ്യുന്ന പോലെ തന്നെ, എന്താ വ്യത്യാസമൊന്നുമില്ല. ഫ്രൂട്ട് സലാഡിലൊക്കെ ചെയ്യുന്ന പോലെ ചെറുതാക്കി അത് വെട്ടി ഉണ്ടാക്കണം. ഓക്കെ, ഇനി അടുത്ത പണി അതാണ്. അപ്പോൾ ഈ പണി കഴിഞ്ഞു. അപ്പോൾ ഇതിൻ്റെ അടപ്പൊക്കെ വെച്ചിട്ട് നമുക്ക് അടച്ചു വെക്കാം. ഇനി അടുത്ത പരിപാടി ഇതിലാണ്. അപ്പോൾ നമ്മൾ റുമ്മാന് ആദ്യം ഒന്ന് എടുത്തിട്ടേ അതൊന്ന് സെറ്റ് ചെയ്യാം, പൊളിച്ചെടുക്കണം. അടുത്ത് നമ്മൾ ഒരു മാങ്ങ ഉണ്ട്, ഇത് ബംഗ്ലാദേശിൻ്റെ മാങ്ങയാണെന്നും പറഞ്ഞ് വാങ്ങിയതാണ്. കാണാനൊക്കെ കുഴപ്പമൊന്നുമില്ല. അവിടുന്ന് ഒരു ടെസ്റ്റിനൊരു പീസൊക്കെ തന്നിരുന്നു, അതും വലിയ കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ സീസണല്ല സംഗതി, ഇവിടെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അല്ല, നല്ല വിലയാണ്, കിട്ടാത്ത പ്രശ്നമൊന്നുമില്ല. ഓക്കെ, അതുപോലെ ആപ്പിള് നമുക്കൊന്ന് ആവശ്യമുണ്ട്. അപ്പോൾ ഇതിൻ്റെ തൊലിയും ചെത്തണം. നമ്മളെ ഒരു പേരക്ക, അടക്കാപ്പഴം എന്നറിയും, ആ സാധനം ഒന്ന് സെറ്റെടുക്കണം. അതെല്ലാം സെറ്റപ്പ് ആക്കണം. മുന്തിരി, ഇത് കുറച്ച് വലിയ മുന്തിരി അല്ലേ, ഇത് നമുക്ക് ഒന്ന് മുറിച്ച് സെറ്റാക്കണം. ആദ്യം ഇതൊക്കെ ഉണ്ട് സെറ്റാക്കിയിട്ട് ഇതൊക്കെ ഒന്ന് എടുത്തിട്ടേ ഓരോന്നായി വെട്ടി നിരത്തിക്കൊണ്ടിരിക്കുകയാണ്. വെട്ടി നിരത്തിക്കൊണ്ടിരിക്കുകയാണ്. മാങ്ങയൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ കഷ്ണമാക്കണം. അപ്പോൾ നമ്മളിതെല്ലാ ഫ്രൂട്ട്സും ഇതുപോലെ ഫ്രൂട്ട് സലാഡിനൊക്കെ കട്ട് ചെയ്യുന്ന പോലെ കട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അടിയിൽ എല്ലാം ഉണ്ട്, ഉമ്മാന്, അടക്കാപ്പഴം, അതുപോലെ മാങ്ങ, എല്ലാ ഐറ്റവും ഉണ്ട്. അപ്പം നമ്മൾ ഇതിലേക്കുള്ള ആ ഐസ്ക്രീമിനൊക്കെ പകരം ചേർക്കുന്ന ഒരു സെറ്റപ്പാണ്. അതാണ് ഇപ്പോൾ നമ്മളൊരു വെറൈറ്റി ചെയ്യുന്നത്, അതാണ് ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതിന് ആദ്യം വേണ്ടത്, അപ്പോൾ ഒരു ആപ്പിൾ എടുത്തിട്ടുണ്ട്. ആപ്പിളിൻ്റെ കുരുവൊക്കെ ഇതിൽ നിന്ന് തുരന്ന് കളയണം. അത് കുരു പെടാതെ നമ്മളിതൊന്ന് അടിച്ചെടുക്കണം നമ്മൾ മിക്സിയിൽ. അപ്പോൾ നമ്മൾ ആപ്പിള് ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഒരു പഴം ഇതിലേക്ക് ചേർക്കണം നമ്മൾ. ചെറിയ സംഭവമാണ്, വലിയൊരു സംഭവമാണെന്നില്ല. അപ്പോൾ അത് രണ്ടും ചേർത്തു. പിന്നെ വേണ്ടത് ഇത് ക്രീമാണ്, പാലിൻ്റെ ക്രീം കേട്ടോ. മറായിൻ്റെ ഒന്ന് വാങ്ങിയിട്ടുണ്ട് ഞാൻ, കിഷ്ത, അറബിയിലെ കിഷ്താറ്.
തുറന്നിട്ട് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യണം. അതോ അത് പിന്നെ വേണ്ടത് കുറച്ച് ബട്ടർ വേണം. അൺസാൾട്ടഡ് ബട്ടറാണ്. അത് മതി. പിന്നെ പഞ്ചസാര. പഞ്ചസാര ആഡ് ചെയ്യുന്നുണ്ട്. പഞ്ചസാര കുറച്ച് കൂടുതൽ വേണ്ടി വരും, കാരണം നമുക്കറിയാലോ. ഇനി കുറച്ച് പാൽ കേട്ടോ. പാല് നമ്മൾ ഇതിൻ്റെ ഒരു കട്ടി കൂടുതലാണെങ്കിൽ മാത്രം കുറച്ച് ആഡ് ചെയ്താൽ മതി. ആദ്യം കുറച്ച് ആഡ് ചെയ്യുക, പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അടിച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നോക്കാം. അപ്പോൾ നമ്മളത് അടിച്ചെടുത്തു. അപ്പോൾ ഇങ്ങനെ നല്ല കുറച്ച് ടൈറ്റായിട്ട് വേണം കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ഫ്രൂട്ട്സൊക്കെ ചേർക്കാൻ പോകണം. കുറച്ച് കൂടുതലുണ്ടെന്ന് തോന്നുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ഞങ്ങൾ ഒഴിഞ്ഞിരുന്ന് സെറ്റായിക്കൊണ്ട്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ എല്ലാതും നടക്കണം. നമ്മൾ ഇതിൽ കുറച്ച് മിക്സ് ആക്കിയ ഫ്രൂട്ട്സ് ഇട്ടിട്ട് നമ്മളെ ഈ ക്രീം ഉണ്ടല്ലോ നമ്മൾ അടിച്ചിട്ടുണ്ടാക്കിയ അത് അതിലിങ്ങനെ കുറച്ച് ചേർക്കുക. ബാക്കി അവിടെ വെച്ചിട്ട് ഒന്ന് കൈകൊണ്ടൊക്കെ ഇളക്കി കൊടുത്തിട്ട് നെക്സ്റ്റ് ഇതുപോലെ ചെയ്തുകൊണ്ടിരിക്കുക. അതിനിടയ്ക്ക് പിന്നെ കുറച്ച് പിസ്ത, അതുപോലെ ബദാം, അതുപോലെ നട്ട്സുകളൊക്കെ ഇങ്ങനെ കുറച്ച് പൊടിച്ച് വെച്ചിട്ടുണ്ട്. അതൊക്കെ ഒന്നിങ്ങനെ ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് അപ്പോൾ നമ്മൾ ഇതിങ്ങനെ ഒഴിച്ച് എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. പരമാവധി നമ്മൾ വെട്ടിയൊക്കെ നിറച്ചിട്ടുണ്ട്. കുറച്ച് നട്ട്സൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഫ്രൂട്ട് സ്പഞ്ച് ഇതാണ്. നമ്മൾ ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് ഒന്ന് തണുപ്പിച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ തണുപ്പിച്ചിട്ട് കഴിക്കണം. അപ്പോൾ അതുകൊണ്ട് അപ്പോഴേ ഒരു സെറ്റപ്പ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതാണ് സംഗതി. നല്ല ക്രീമായിട്ട് അതിലിങ്ങനെ ഇങ്ങനെ ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ഇത് ടേസ്റ്റ് ചെയ്യണ്ടേ? ഞാൻ തന്നെ ഇത് ടേസ്റ്റ് ചെയ്യുമ്പോൾ ഒരു രസമില്ലല്ലോ. അപ്പോൾ നമ്മളെ നൗഫൽ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നൗഫൽ ഇത് ടേസ്റ്റ് ചെയ്തിട്ട് പറയും. നമ്മൾ വാ. നോ പ്രോബ്ലം, എത്ര വേണമെങ്കിലും എടുക്കാം. അപ്പൊ അതിന് നമ്മൾ എന്താ പറയാനൊരു വാക്കുകളില്ല. നമ്മൾ പൊളിച്ചു നോ പ്രോബ്ലം. അപ്പോൾ നമ്മൾ നൗഫൽ പറഞ്ഞിട്ടില്ലേ? അപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ കഴിയുന്നവരൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലൈക്കൺ ഒന്ന് അമർത്തി വെക്കുക. അപ്പോൾ ഇനി കൂടുതലൊന്നും പറയില്ല. നമുക്ക് അടുത്ത വ്ലോഗിൽ കാണാം.